ഗാസിയാപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംഭാൽ സന്ദർശിക്കാൻ പോയ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ.സി. വേണുഗോപാൽ എന്നിവരടങ്ങുന്ന കോൺഗ്രസ് സംഘത്തെ അവിടെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങളെ കാണുകയാണോ എന്ന് വ്യക്തതയില്ല. സമയം ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇവരെവിടെ തടഞ്ഞിട്ടിട്ട് പോലീസ് ജീപ്പിലെങ്കിലും പോലീസ് വാഹനത്തിലെങ്കിലും തങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവിടാൻ രാഹുൽ സംസാരിക്കുന്നുണ്ടല്ലോ. ശബ്ദം ലഭ്യമാണോ? രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. നേരത്തെ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. പ്രതികരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറയാനുണ്ട്. രാഹുൽ ഗാന്ധി എവിടെയും എന്തിനും ഇപ്പോൾ രാഹുൽ ഗാന്ധി കയ്യിൽ ഭരണഘടന ഏന്തിക്കൊണ്ടാണ് അദ്ദേഹം ആവശ്യങ്ങൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം മുഴക്കുന്നത്. ഇപ്പോഴിതാ സംഭലിലേക്ക് കടത്തിവിടാത്ത അംബേദ്കർ ജി के कॉन्स्टिट्यूशन को खत्म करने का हिंदुस्तान है मगर हम लड़ते रहेंगे. धन्यवाद. അംബേദ്കർ എഴുതിയ ഭരണഘടന ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ തങ്ങൾ അതിനെതിരായ പോരാട്ടം തുടരും എന്നാണ് അവസാനമായി രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഭരണഘടനയുടെ കോപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെയും രാഹുലിന്റെ പ്രതിഷേധം. അദ്ദേഹം മടങ്ങുകയാണോ എന്നറിയില്ല. അർജുൻ കേൾക്കാമോ? അർജുൻ പീതാംബരൻ ഇല്ല, അവിടെ അവിടെ കേൾക്കാൻ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അർജുനിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ധന്യവാദം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു രാഹുൽ മടങ്ങുകയാണെന്ന് തോന്നുന്നു. അതായിരിക്കാം ഈ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ് ഒരു തരത്തിലും അവരെ മുന്നോട്ട് കടത്തിവിടാൻ പോലീസ് വാഹനത്തിലോ മുന്നോട്ട് കൊണ്ടുപോകാൻ യുപി പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായിരിക്കണം വാഹനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ കണ്ടിട്ടാണോ? ഇല്ല, വാഹനത്തിന് പുറകിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് മനസ്സിലാകുന്നു. രാഹുൽ വാഹനത്തിനുള്ളിലേക്ക് കയറി, പ്രിയങ്ക കുറച്ചുകൂടി മുന്നിലേക്ക് മാധ്യമങ്ങളെ കാണാനായി എത്തിയിരിക്കുന്നു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി അവിടെ സംസാരിച്ചത്. അംബേദ്കർ എഴുതിയ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, പക്ഷേ അതിനെതിരായ പോരാട്ടം തങ്ങൾ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ധന്യവാദം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. അതായത് നിലവിൽ ഇനി സംഭാലിലേക്ക് പോകാനുള്ള ശ്രമം ഇല്ല എന്ന് കരുതാമെന്ന് തോന്നുന്നു. നമുക്ക് അതിൽ ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाए. उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा, यूपी की पुलिस के साथ मैं अकेला चले जाऊंगा, मुझे अकेला ले जाइए. वो भी करने के लिए तैयार नहीं है. पुलिस वालों के पास कोई जवाब नहीं है. शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते, तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है यूपी में? तो नेता प्रतिपक्ष है, उनका संवैधानिक अधिकार है, उनको मिलना चाहिए, उनको इजाजत देनी चाहिए थी जाने की. പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവുമില്ല എന്നാണ് പറയുന്നത്. അതെ, എന്താണ് ചെയ്യുന്നത്? ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇപ്പോൾ പാതയിലുടനീളം വലിയ ഗതാഗത തടസ്സവും രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഗാസിയാപൂരിലാണ്, ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയായ ഗാസിയാപൂരിലാണ് കോൺഗ്രസ് സംഘത്തെ, രാഹുൽ ഗാന്ധി നയിക്കുന്ന സംഘത്തെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞത്. സുരക്ഷാ കാരണങ്ങളാൽ ഒരു തരത്തിലും നേതാക്കളെ സംഭാൽ സന്ദർശിക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് എടുത്തിരിക്കുന്ന നിലപാട്. അതിനെതിരായ വിമർശനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. പോലീസിന് ഒരു ഉത്തരവുമില്ല. പക്ഷേ ഭരണഘടന ഉയർത്തിക്കൊണ്ട് രാഹുൽ പറഞ്ഞത് മറ്റൊന്നുമായിരിക്കില്ല, സഞ്ചാര സ്വാതന്ത്ര്യമായിരിക്കാം സൂചിപ്പിച്ചിട്ടുണ്ടാവുക. നമ്മൾ അദ്ദേഹത്തിന് ആ പ്രതികരണം കേട്ടില്ല, എങ്കിലും അത് തന്നെയായിരിക്കും സാധ്യത. അതായത് സഞ്ചരിക്കാൻ, ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അനുവദിക്കാത്ത പൗരന്മാരെ അനുവദിക്കാത്തതിന് എതിരെയായിരിക്കാം രാഹുലിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. മുൻപ് നമ്മൾ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മുൻപ് യു പി പ്രവേശനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാർലമെന്ററി ജീവിതത്തിൽ പ്രിയങ്ക ആദ്യമായിട്ടാണ് പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് ഈ തരത്തിലുള്ളൊരു മടങ്ങാനുള്ള തീരുമാനമാണോ എന്ന് വ്യക്തമായിട്ടില്ല. രാഹുൽ ഗാന്ധി തിരികെ വണ്ടിയിൽ പ്രവേശിച്ചതിന്റെ അർത്ഥം ഒരുപക്ഷെ തിരികെ പോകുന്നു എന്നതാണ്. ഈ പോരാട്ടം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ പോവുകയാണോ? രാഹുൽ ഗാന്ധി, ശരി, രാഹുൽ ഗാന്ധി മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ, വേറെ കൂടുതൽ സംഘർഷത്തിലേക്ക് നിൽക്കാതെ രാഹുലും സംഘവും തിരികെ പോവുകയാണോ?
ദിവേഷ രണ്ടുപേരും പറയുകയാണ് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട്. എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നു, അതായത് അവരെ പോകാൻ അനുവദിക്കില്ല എന്ന കാര്യം. ഒറ്റയ്ക്ക് പോലീസ് വാഹനത്തിൽ പോകാമെന്ന് പറഞ്ഞു, പക്ഷേ അനുവാദം നൽകിയില്ല. പ്രതിപക്ഷ നേതാവ് എന്ന അവകാശം ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടിയാണ് രാഹുലും പ്രിയങ്കയും വ്യക്തമാക്കുന്നത്. അതായത് UP സർക്കാരും UP പോലീസും ചേർന്ന് തങ്ങളെ തടഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പോലും തന്റെ അവകാശത്തെ ലംഘിക്കുന്ന രീതിയിൽ, തന്റെ അവകാശം നിറവേറ്റാൻ അനുവദിക്കാത്ത രീതിയിൽ അവർ ഈ ഉത്തർപ്രദേശ് അതിർത്തിയിൽ വെച്ച് ഇതുവരെയും, അതായത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള സംഘത്തെ തടഞ്ഞത് മറ്റ് വഴികളില്ലാതെ ഡൽഹിയിലേക്ക് മടങ്ങുക എന്നുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ചരിത്രം തന്നെ ഈ കാര്യത്തിൽ, അതായത് മണിപ്പൂരിലടക്കം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, അതായത് അനുമതി നൽകാതെയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ അദ്ദേഹം സ്വന്തം സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ടും പണയം വെച്ചുകൊണ്ടും മുന്നോട്ട് പോയി ദുരന്തബാധിതരെ കണ്ടവരാണ്, അക്രമത്തിന്റെ ഇരകളെ കണ്ടവരാണ്. അവർക്കാണ് ഇവിടെ ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. 1 മണിക്കൂറിലധികം രാഹുൽ ഗാന്ധി സംഘവും ഇവിടെ ഗാസിപൂർ അതിർത്തിയിൽ കാത്തിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള നടപടിയോ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷ, പക്ഷേ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും സെക്ഷൻ 163 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം സെക്ഷൻ 163 അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കർഫ്യൂ, അതായത് 5-ൽ കൂടുതൽ ആളുകൾക്ക് സംഘടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്ങാനും നേതാക്കൾ വന്നാൽ അവർക്ക് നോട്ടീസ് നൽകുമെന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിർത്തിയിൽ തന്നെ ഉത്തർപ്രദേശ് പോലീസ് ഇവരെ തടയുകയും ചെയ്തത്. മുമ്പും അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങിയിരുന്ന ജനപ്രതിനിധികളെ ഇത്തരത്തിൽ തടയുകയും ചെയ്തിരുന്നു. എന്തായാലും നിരോധനാജ്ഞ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി അങ്ങോട്ടേക്ക് കടത്തിവിടാനാകില്ലെന്നുള്ള കാര്യം അറിയിക്കുന്നു. എന്തായാലും ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെയും ഇപ്പോൾ അങ്ങോട്ടേക്ക് കടത്തിവിടാനായി UP പോലീസ് തയ്യാറാകുന്നില്ല. പക്ഷേ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരത്തെ സംസാരിച്ചു. അതേസമയം സംഭാലിലെ കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. NIA അടക്കം സഹായങ്ങൾ തേടിയാണ് അന്വേഷണം മുന്നോട്ട് പോവുക എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകൾ വരെ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഗൂഢാലോചനകൾ സംഭാലിൽ നടന്നിട്ടുണ്ടോ എന്ന വിവരങ്ങളും അന്വേഷണ സംഘങ്ങൾ വിലയിരുത്തി വരികയാണ്. സ്ഥലത്ത് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വളരെ ശക്തമായി ഇതുമായി മുന്നോട്ട് പോകും, പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതിനോടുകൂടി തന്നെ SP ആണ് ആദ്യഘട്ടത്തിൽ ഇത് ഏറ്റെടുത്തെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് കൂടി അത് ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സന്ദർശനം. പക്ഷെ അത് പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു.